ചോദ്യം 1. മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്തു തന്നെ നീ എന്നെ അനുഗ്രഹിച്ചു നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ഈ അരുളപ്പാട് യഹോവ ആരെക്കുറിച്ച് ആരോടാണ് പറഞ്ഞത്? ഉത്തരം: ഇസ്രായേലിനെ കുറിച്ച് യിരെമ്യാവിനോട് അരുളിച്ചെയ്തു. ചോദ്യം 2. യഹോവയ്ക്ക് വിശുദ്ധവും യഹോവയുടെ വിളവിൻ്റെ ആദ്യഫലവും ആരാണ്? ഉത്തരം: ഇസ്രായേൽ. ചോദ്യം 3. അവനെ തിന്നുകളയുന്നവരൊക്കെയും കുറ്റക്കാരായി തീരും, അവർക്ക് ദോഷം വന്നു ഭവിക്കും. അവൻ ആരാണ്? ഉത്തരം: ഇസ്രായേൽ. ചോദ്യം 4. യഹോവയുടെ ആദ്യഫലമായ ഇസ്രായേലിനെ തിന്നുകളയുന്നവർക്ക് ഭവിക്കുന്നത് എന്താണ്? ഉത്തരം: കുറ്റക്കാരായി തീരും, അവർക്ക് ദോഷം വന്നു ഭവിക്കും. ചോദ്യം 5. നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിട്ടകന്ന് മിഥ്യാമൂർത്തികളോട് ചേർന്ന് വ്യർത്ഥന്മാർ ആയിത്തീരുവാൻ തക്കവണ്ണം അവർ എന്നിൽ എന്തൊരു അന്യായം കണ്ടു? ആരെക്കുറിച്ചാണ് യഹോവ അരുളിച്ചെയ്തത്? ഉത്തരം: യാക്കോബ് ഗൃഹത്തെയും ഇസ്രായേൽ ഗൃഹത്തിലെ സകല വംശത്തെയും കുറിച്ച്. ചോദ്യം 6. യഹോവയെ വിട്ടകന്ന് മിഥ്യാമൂർത്തികളോട് ചേർന്ന് വ്യർത്ഥന്മാർ ആയത് ആരാണ്? ഉത്തരം: യാക്കോബ് ഗൃഹത്തിലെയും ഇസ്രായേൽ ഗൃഹത്തിലെ സകല വംശങ്ങളുടെയും പിതാക്കന്മാർ. ചോദ്യം 7. യാക്കോബ് ഗൃഹത്തിലെയും ഇസ്രായേൽ ഗൃഹത്തിലെ സകല വംശങ്ങളുടെയും പിതാക്കന്മാർ വ്യർത്ഥന്മാർ ആയത് എപ്പോൾ ആണ്? ഉത്തരം: യഹോവയെ വിട്ടകന്ന് മിഥ്യാമൂർത്തികളോട് ചേർന്നപ്പോൾ. ചോദ്യം 8. ഇസ്രായേൽ ജനത്തെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചത് ആരാണ്? ഉത്തരം: യഹോവ. ചോദ്യം 9. മിസ്രയീമിൽ നിന്നും ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിച്ച ദൈവം അവരെ എങ്ങനെയുള്ള മരുഭൂമിയിലൂടെയാണ് നടത്തിയത്? ഉത്തരം: പാഴ്നിലവും കുഴികളും കൂരിരുളും ഉള്ളതും മനുഷ്യസഞ്ചാരമോ ആൾപ്പാർപ്പോ ഇല്ലാത്തതുമായ ദേശം. ചോദ്യം 10. പാഴ്നിലവും കുഴികളും വരൾച്ചയും കൂരിരുളും ഉള്ളതും മനുഷ്യസഞ്ചാരമോ ആൾപ്പാർപ്പോ ഇല്ലാത്തതുമായ മരുഭൂമിയിൽ കൂടെ ഇസ്രായേൽ ജനത്തെ നടത്തി ഫലവത്തായ ദേശത്ത് എത്തിച്ചത് ആരാണ്? ഉത്തരം: യഹോവ. ചോദ്യം 11. മിസ്രയീമിൽ നിന്നും ഫലവത്തായൊരു ദേശത്ത് ഇസ്രായേൽ ജനത്തെ യഹോവ കൂട്ടിക്കൊണ്ടുവന്നത് എന്തിനാണ്? ഉത്തരം: ഫലവത്തായ ദേശത്തിൻ്റെ ഫലവും ഗുണവും അനുഭവിപ്പാൻ. ചോദ്യം 12. യഹോവയുടെ ദേശമായ ഫലവത്തായ ദേശത്തെ ഇസ്രായേൽ ജനം എന്താക്കി എന്നാണ് യഹോവ അരുളിച്ചെയ്തത്? ഉത്തരം: ഫലവത്തായ ദേശത്തെ അശുദ്ധമാക്കി. ചോദ്യം 13. ഇസ്രായേൽ ജനം അറപ്പാക്കി കളഞ്ഞത് എന്തിനെയാണ്? ഉത്തരം: യഹോവയുടെ അവകാശത്തെ. ചോദ്യം 14. മിസ്രയീമിൽ നിന്നും ഫലവത്തായ ദേശത്ത് വന്ന ഇസ്രായേൽ ജനങ്ങളിൽ യഹോവ എവിടെയെന്ന് അന്വേഷിക്കാത്തവർ ആരാണ്? ഉത്തരം: പുരോഹിതന്മാർ. ചോദ്യം 15. ഫലവത്തായ ദേശത്ത് എത്തിയ ശേഷം യഹോവയെ അറിയാത്തവർ ആരാണ്? ഉത്തരം: ന്യായപ്രമാണജ്ഞന്മാർ. ചോദ്യം 16. ഫലവത്തായ ദേശത്ത് എത്തിയവരിൽ യഹോവയോട് അതിക്രമം ചെയ്തത് ആരാണ്? ഉത്തരം: ഇടയന്മാർ. ചോദ്യം 17. ഫലവത്തായ ദേശത്ത് എത്തിയ പ്രവാചകന്മാർ ചെയ്തത് എന്താണ്? ഉത്തരം: ബാൽ മുഖാന്തരം പ്രവചിച്ചു, പ്രയോജനമില്ലാത്തവരോട് ചേർന്നു നടന്നു. ചോദ്യം 18. ഇസ്രായേൽ മക്കളോടും അവരുടെ മക്കളുടെ മക്കളോടും
വ്യവഹരിക്കും എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം യഹോവ. ചോദ്യം 19. ഇസ്രായേൽ മക്കളോടും അവരുടെ മക്കളുടെ മക്കളോടും യഹോവ വ്യവഹരിക്കും എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഉത്തരം മിസ്രയീമിൽ നിന്നും ഫലവത്തായ ദേശത്ത് എത്തിയ ഇസ്രായേൽ ജനം യഹോവയെ മറന്ന് ജീവിച്ചതിനാൽ. ചോദ്യം 20. ഇസ്രായേൽ ജനം യഹോവയെ മറന്നതുപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആരെയെല്ലാം നോക്കാനാണ് യഹോവ അരുളി ചെയ്തത്? ഉത്തരം കിത്തിയരുടെ ദ്വീപുകളിലേക്ക് കടന്നു ചെന്ന് നോക്കുവിൻ, കേദാറിലേക്ക് ആളയച്ചു നോക്കുവിൻ. ചോദ്യം 21. മഹത്വമായവനെ പ്രയോജനമില്ലാത്തതിനു പകരം മാറ്റിക്കളഞ്ഞതാരാണ്? ഉത്തരം യാക്കോബ് ഗൃഹവും ഇസ്രായേൽ ഗൃഹത്തിലെ സകല വംശങ്ങളും. ചോദ്യം 22. മഹത്വമായവനെ പ്രയോജനമില്ലാത്തതിനു പകരം മാറ്റിക്കളഞ്ഞതിൽ വിസ്മയിച്ച് ഭ്രമിച്ച് ഏറ്റവും സ്തംഭിച്ചു പോക എന്ന് യഹോവ അരുളി ചെയ്തത് എന്തിനോടാണ്? ഉത്തരം ആകാശത്തോട്. ചോദ്യം 23. ഇസ്രായേൽ ജനം ചെയ്തതായി യഹോവ കണ്ട 2 ദോഷം എന്താണ്? ഉത്തരം ജീവജലത്തിൻ്റെ ഉറവായ യഹോവയെ ഉപേക്ഷിച്ചു, വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ കുഴിച്ചു. ചോദ്യം 24. ഇസ്രായേലിൻ്റെ നേരെ അലറി നാദം കേൾപ്പിച്ച് അവൻ്റെ ദേശത്തെ ശൂന്യമാക്കിയതാരാണ്? ഉത്തരം ബാലസിംഹങ്ങൾ. ചോദ്യം 25. ആരുടെ പട്ടണങ്ങളാണ് വെന്ത് നിവാസികൾ ഇല്ലാതെയായത്? ഉത്തരം ഇസ്രായേലിൻ്റെ. ചോദ്യം 26. യെരുശലേമിൻ്റെ നെറുകയെ തകർത്തു കളഞ്ഞിരിക്കുന്നത് ആരാണ്? ഉത്തരം നോഫ്യരും തക്പനേസ്യരും. ചോദ്യം 27. യഹോവ ഇസ്രായേലിനെ വഴി നടത്തിയപ്പോൾ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് ഇസ്രായേലിന് സംഭവിച്ചത് എന്താണ്? ഉത്തരം ബാലസിംഹങ്ങൾ ദേശത്തെ ശൂന്യമാക്കി, പട്ടണങ്ങൾ വെന്ത് നിവാസികൾ ഇല്ലാതെയായി, നോഫ്യരും തക്പനേസ്യരും നെറുകയെ തകർത്തു കളഞ്ഞു. ചോദ്യം 28. മിസ്രയീമിലേക്കുള്ള ഇസ്രായേലിൻ്റെ യാത്ര എന്തിനാണ് എന്നാണ് യഹോവ ചോദിക്കുന്നത്? ഉത്തരം ശീഹോരിലെ വെള്ളം കുടിപ്പാനോ എന്ന്. ചോദ്യം 29. അശ്ശൂരിലേക്കുള്ള ഇസ്രായേലിൻ്റെ യാത്ര എന്തിനാണ് എന്നാണ് യഹോവ ചോദിക്കുന്നത്? ഉത്തരം അശ്ശൂരിലെ നദിയിലെ വെള്ളം കുടിപ്പാനോ എന്ന്. ചോദ്യം 30. ഇസ്രായേലിന് ശിക്ഷയായത് എന്താണ്? ഉത്തരം ഇസ്രായേലിൻ്റെ ദുഷ്ടത. ചോദ്യം 31. ഇസ്രായേലിന് ദണ്ഡനമാകുന്നത് എന്താണ്? ഉത്തരം ഇസ്രായേലിൻ്റെ വിശ്വാസത്യാഗങ്ങൾ. ചോദ്യം 32. ഇസ്രായേലിന് ദോഷവും കയ്പും ആയുള്ളത് എന്താണ്? ഉത്തരം യഹോവയെ ഉപേക്ഷിച്ചതും യഹോവയുടെ ഭയം ഇസ്രായേലിന് ഇല്ലാതിരിക്കുന്നതും. ചോദ്യം 33. പണ്ടുതന്നെ നുകം തകർത്ത് കയറ് പൊട്ടിച്ചതും അടിമവേല ചെയ്യുകയില്ല എന്ന് പറഞ്ഞതും ആരാണ്? ഉത്തരം ഇസ്രായേൽ. ചോദ്യം 34. ഉയർന്ന കുന്നിന്മേലൊക്കെയും പച്ചയായ വൃക്ഷത്തിൻ കീഴൊക്കെയും വേശ്യയായി കിടന്നതാരാണ്? ഉത്തരം ഇസ്രായേൽ. ചോദ്യം 35. വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തൈയായി ഇസ്രായേലിനെ നട്ടതാരാണ്? ഉത്തരം യഹോവയായ ദൈവം. ചോദ്യം 36. ദൈവം വിശിഷ്ട മുന്തിരിയായി നട്ടത് എന്തായി തീർന്നു എന്നാണ് യഹോവ അരുളി ചെയ്തത്? ഉത്തരം കാട്ടുമുന്തിരിയുടെ തൈ.